നീട്ടുമെന്നായിരുന്നു നേരത്തെ വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ ഇതാ പൊടുന്നനെ തന്നെ പറയുന്നു നീട്ടാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ ഇതാ പിന്മാറിയിരിക്കുന്നു. പുതിയ ബോർഡ് ഭരണസമിതി പ്രഖ്യാപനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ദേവസ്വം ബോർഡിന്റെ കാലാവധി ഈ മാസം 13-ന് കഴിയും. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, പ്രശാന്ത് പ്രിയപ്പെട്ടവനൊക്കെ തന്നെയായിരുന്നു, പക്ഷേ ഇന്നലെയും കൂടി പ്രശാന്ത് അടങ്ങുന്ന ഭരണസമിതിക്കെതിരെ ഗുരുതരമായ സംശയങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉന്നയിച്ചത്. അപ്പോൾ ഇനി അധികകാലം ചുമക്കണ്ട എന്നൊരു തീരുമാനത്തിലാണോ ഇനി പുതിയ ഭരണസമിതിയെ കൊണ്ടുവരാൻ, അതോ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യം ഇതിന് പിറകിലുണ്ടോ? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ മാസം 13-ാം തീയതിയാണ് ബോർഡിന്റെ കാലാവധി കഴിയാൻ പോകുന്നത്. അതായത് നിലവിലെ ഭരണസമിതിയുടെ സമയപരിധി അവസാനിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് തന്നെ പുതിയ ഭരണസമിതിയെ നിയോഗിക്കാൻ അല്ലെങ്കിൽ ചുമതലപ്പെടുത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ നിന്നടക്കം ഉണ്ടായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ, വിമർശനങ്ങൾ ഇതടക്കം നിലനിൽക്കെയാണ് സംരക്ഷണ കവചം ഒരുക്കിയിരുന്ന സർക്കാർ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അടക്കമുള്ളവരെ മാറ്റാം എന്നൊരു ധാരണയിലേക്കും ചർച്ചയിലേക്കും ഇപ്പോൾ കടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മാസം കാലാവധി 13-ന് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനും പ്രഖ്യാപിക്കാനുമുള്ളൊരു ധാരണയിലേക്കാണ് സർക്കാർ എത്തുന്നത്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കൂടിയാലോചനകൾ നടത്താനുള്ള താല്പര്യവും ഇപ്പോൾ സർക്കാർ പ്രകടിപ്പിക്കുകയാണ്. ഈ മാസം 17-നാണ് മണ്ഡലകാലം തുടങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടായാൽ അടിയന്തര സാഹചര്യം കമ്മീഷനെ ബോധ്യപ്പെടുത്തി ബോർഡ് തെരഞ്ഞെടുക്കാനുള്ള അനുമതി വാങ്ങിയെടുക്കാൻ കൂടിയാണ് ഇപ്പോൾ സർക്കാർ ആലോചന നടത്തുന്നത്. ഇതിൽ പ്രതീക്ഷ തന്നെയാണ് സർക്കാരിനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. PS പ്രശാന്ത് പ്രസിഡന്റായ നിലവിലെ ബോർഡിന്റെ കാലാവധി 1 വർഷം കൂടി നീട്ടി നൽകാനുള്ള നീക്കത്തിലായിരുന്നു സർക്കാർ. പക്ഷേ ഈ സ്വർണ്ണപ്പാളിയിലെ കവർച്ചകൾ അടക്കമുള്ള സംഭവങ്ങളിലും അന്വേഷണത്തിലും നിലവിലെ ബോർഡ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സ്ഥിതി വന്നതോടുകൂടിയാണ് ഇപ്പോൾ സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ നിയമസഭയിലെ ഹിന്ദു അംഗങ്ങളാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും കമ്മീഷന്റെ അനുമതിയും വാങ്ങിയെടുത്ത് പുതിയ ബോർഡിന് വേഗം അധികാരമേൽക്കാനാകുമെന്നാണ് സർക്കാർ ഇപ്പോൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും തടസ്സം വന്നാലേ മറ്റു വഴികൾ ആലോചിക്കുകയുള്ളൂ എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ 1 വർഷം കൂടി ഭരണസമിതിക്ക് കാലാവധി നീട്ടിക്കൊടുക്കാം. കാരണം മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിക്കുമ്പോൾ ഇനി ദ്രുതഗതിയിൽ ഒരാളെ മാറ്റേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു ദേവസ്വം മന്ത്രി അടക്കമുള്ള. ഈ അയ്യപ്പ ഭക്തർ, സാധാരണക്കാർ, പാവപ്പെട്ടവർ, അവർ വന്നു കഴിഞ്ഞാൽ എന്ത് സൗകര്യം ഒരുക്കണം, ഇതൊക്കെ സർക്കാരിന് എപ്പോഴെങ്കിലും ഒരു ശ്രദ്ധയുണ്ടോ? എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യം പോലെ എനിക്കതൊരു ലീസ്റ്റ് പരിഗണന മാത്രമാണ് നമ്മുടെ സർക്കാരുകളൊക്കെ നൽകി പോരുന്നത്. ഭക്തരെങ്ങനെയെങ്കിലും വന്നോട്ടെ, അവരെവിടെയെങ്കിലും കിടന്നോട്ടെ, എങ്ങനെയെങ്കിലും ദർശനം നടത്തി അവരെങ്ങനെയെങ്കിലും അങ്ങ് പൊക്കോട്ടെ, പൈസ മാത്രം മതി എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ പിന്തുടരുന്നത്. അപ്പം നമ്മൾ ഉൾപ്പെടെ ഈ ഒരു കാലാവധി നീട്ടാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നപ്പോൾ നമ്മൾ ഉൾപ്പെടെ ചോദിച്ചത് അത് തന്നെയാണ്. എന്തായാലും ഇതാ വൃശ്ചികം അടുത്തിരിക്കുന്നു, സീസൺ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്നൊരു ആളെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ ഉദ്യോഗസ്ഥരെങ്കിലും വിചാരിച്ചാൽ പോലും അതിനൊക്കെ തകിടം മറിക്കുമെന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടായിരുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം അത്തരത്തിലൊരു ആശങ്ക നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നിട്ടുള്ള വാർത്തകളിലൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ നിരീക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ അത് വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം നിലവിലെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെട്ട ഭരണസമിതിയും സംശയനിലയിൽ നിൽക്കുന്ന സാഹചര്യം, കൂടാതെ തന്നെ ഈ സ്ട്രോങ് റൂമിലടക്കം സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം അത് പലതും ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഹൈക്കോടതി അടക്കം ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലം. ഇതിനിടയിൽ ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുകയും ചെയ്യുന്നത്. എന്തായാലും മുഖം രക്ഷിക്കൽ നടപടിയുടെ ഭാഗമായിട്ടാണോ ഇനി പ്രശാന്തിനെ മാറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് കാത്തിരിക്കാം. ഇതിന് പിന്നിലെ രാഷ്ട്രീയ നീക്കം, അജണ്ട എന്താണ് എന്ന്, ഒപ്പം ആരായിരിക്കും, സമ്പത്തിൻ്റെയൊക്കെ പേരിങ്ങനെ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹമായിരിക്കും ഒരുപക്ഷെ അടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് നമുക്ക് കാത്തിരിക്കാം.